ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2024-25 വർഷത്തിലെ ഫസ്റ്റ് ടേം ഇവാലുവേഷൻ, അതായത് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും, ഇംഗ്ലീഷ് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കണം. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടും എഴുതണം. പിന്നെ 2 മുതൽ 7 വരെ ഉള്ളതിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റീസ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കി നോക്കാം. Activity 1, Reading Comprehension. Read the conversation between Rahul and his father. Answer the questions given below. അപ്പോൾ എന്താണ്, രാഹുലും രാഹുലിൻ്റെ അച്ഛനും തമ്മിലുള്ള കോൺവേഴ്സേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫാദർ: ഹേ മൈ സൺ, വാട്ട്സ് ഓൺ യുവർ മൈൻഡ് ടുഡേ? അപ്പോൾ എന്താണ് നിൻ്റെ മനസ്സിൽ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ദെൻ രാഹുൽ പറയാണ്, ഡാഡ്, ഐ വാസ് തിങ്കിങ് അബൌട്ട് റോബോട്ട്സ്. ഐ വാണ്ട് ടു മേക്ക് വൺ വെൻ ഐ ഗ്രോ അപ്പ്. അപ്പോൾ എന്താണ്, ഞാൻ റോബോട്ട്സിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ഞാൻ വലുതായാൽ എനിക്കൊരു റോബോട്ടിനെ ഉണ്ടാക്കണമെന്ന് രാഹുൽ പറയാണ്. ഓക്കെ, ഇനി അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? ദാറ്റ്സ് ഓസം, റോബോട്ട്സ് ആർ റിയലി കൂൾ. വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഡു യു വാണ്ട് ടു മേക്ക്? അത് നല്ലൊരു ഐഡിയയാണ്, റോബോട്ട്സ് നല്ലതാണ്. അപ്പോൾ എങ്ങനത്തെ, ഏത് ടൈപ്പ് റോബോട്ടിനെയാണ് നിനക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയാണ്, എ റോബോട്ട് ദാറ്റ് ക്യാൻ പ്ലേ ഗെയിംസ് വിത്ത് മീ ആൻഡ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. അപ്പോൾ എന്താണ്, എൻ്റെ കൂടെ ഗെയിം കളിക്കുന്ന, എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു റോബോട്ടിനെ ഉണ്ടാക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഫാദർ പറയാണ്, ദാറ്റ് സൗണ്ട്സ് എ ഗ്രേറ്റ് ഐഡിയ. റോബോട്ട് ക്യാൻ റിയലി ഹെൽപ്ഫുൾ. ഡു യു നോ ദാറ്റ് റോബോട്ട്സ് ആർ റിയലി ബീൻ യൂസ്ഡ് ഇൻ മെനി പ്ലേസസ് ലൈക്ക് ഫാക്ടറീസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അപ്പോൾ എന്താണ്, അതൊരു നല്ല ഐഡിയ ആണ്. എന്താണ്, ഇപ്പോൾ ഒരുപാട് ഫാക്ടറീസിലും അതുപോലെ ഹോസ്പിറ്റൽസിലും ഒക്കെ എന്താണ്, റോബോട്ട്സിനെ വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയാണ്, വോ റിയലി, വാട്ട് ഡു ദേ ഡു ദർ? അപ്പോൾ എന്താണ്, അവരെന്താണ്, റോബോട്ട്സ് എന്താണ് ഈ ഹോസ്പിറ്റലിലും അതുപോലെ ഫാക്ടറീസിലും ഒക്കെ ചെയ്യുന്നത്? അപ്പോൾ ഫാദർ പറയാണ്, വെൽ, ഇൻ ഫാക്ടറീസ് റോബോട്ട്സ് ക്യാൻ ഹെൽപ്പ് ബിൽഡ് തിങ്സ് ലൈക്ക് കാർസ് ആൻഡ് കമ്പ്യൂട്ടർ, ആൻഡ് ഇൻ ഹോസ്പിറ്റൽസ് റോബോട്ട്സ് ഹെൽപ്പ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ്. അപ്പോൾ എന്താണ്, ഫാക്ടറീസിൽ റോബോട്ട് ഈ കാർസും കമ്പ്യൂട്ടേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഈ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഒക്കെ ഈ പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ രാഹുൽ പറയാണ്, ദാറ്റ്സ് സോ കൂൾ, ഐ കാൺട്ട് വെയിറ്റ് ടു മേക്ക് മൈ ഓൺ റോബോട്ട്. ക്യാൻ യു ഹെൽപ്പ് മീ ഗെറ്റ് സ്റ്റാർട്ടഡ്? അപ്പോൾ എന്താണ്, അതൊരു നല്ലൊരു കാര്യമാണ്, എനിക്ക് റോബോട്ടിനെ ഉണ്ടാക്കണം, സഹായിക്കും. അച്ഛനോട് സഹായം ചോദിക്കുകയാണ്. അപ്പോൾ ഫാദർ: ഓഫ് കോഴ്സ് മൈ സൺ, വി ക്യാൻ സ്റ്റാർട്ട് ബൈ ലേണിംഗ് അബൌട്ട് പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക്സ് ടുഗെദർ. അപ്പോൾ എന്താണ്, നമുക്ക് 2 പേർക്കും കൂടി പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ റോബോട്ടിക്സും ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. ദർ ആർ മെനി ഈസി വേയ്സ് ടു സ്റ്റാർട്ട് ഇറ്റ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ഈസി വേയ്സ് ഉണ്ട്. ലൈക്ക് ബിൽഡിംഗ് എ സിമ്പിൾ റോബോട്ട് യൂസിങ് എ കിറ്റ് ഓർ ഈവൻ യൂസിങ് എ പ്രോഗ്രാമിംഗ് ആപ്പ് ഓൺ എ ടാബ്ലറ്റ്. അപ്പോൾ എന്താണ്, ഈ റോബോട്ട് കിറ്റ് മേടിക്കാൻ കിട്ടും, അതിൽ നിന്നൊരു ചെറിയൊരു റോബോട്ടിനെ ഉണ്ടാക്കാം, അതുപോലെ പ്രോഗ്രാം ചെയ്തിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. യാ, താങ്ക് യു ഡാഡ്, ഐ എം ഗോയിങ് ടു മേക്ക് ദ ബെസ്റ്റ് റോബോട്ട് എവർ. അപ്പോൾ എന്താണ്, ഞാൻ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറയാണ് രാഹുൽ. ഐ എം എക്സൈറ്റഡ് ടു സീ വാട്ട് യു ക്രിയേറ്റ്. അപ്പോൾ നീ എന്താ ഉണ്ടാക്കുന്നത്, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്, ഞാൻ എക്സൈറ്റ് ചെയ്തിരിക്കുകയെന്ന് ഫാദർ പറയാണ്. ഞാൻ ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കി നോക്കാം.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് രാഹുൽ വാണ്ട് ടു മേക്ക്? എന്താണ് രാഹുൽ ഉണ്ടാക്കേണ്ടത്? എ മൊബൈൽ ഫോൺ, എ റോബോട്ട്, എ സ്മാർട്ട് വാച്ച്, എ കമ്പ്യൂട്ടർ. ഏതാണ്? എ റോബോട്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രാഹുൽ നീഡ്സ് എ റോബോട്ട് ടു ഹെൽപ്പ് ഹിം ഇൻ. അവനെ എന്തിൽ സഹായിക്കുന്ന റോബോട്ടാണ് വേണ്ടത്? കുക്കിംഗ്, ക്ലീനിങ്, ഡൂയിങ് ഹോംവർക്ക്, ഡ്രൈവിംഗ്. ഏതാണ്? ഡൂയിങ് ഹോംവർക്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഫാദർ സേസ് ദാറ്റ് റോബോട്ട്സ് ആർ കറൻ്റ്ലി യൂസ്ഡ് ഇൻ ലൈബ്രറീസ്, ഹോസ്പിറ്റൽസ്, പ്ലേ ഗ്രൗണ്ട്സ്, റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ എന്താണ് അച്ഛൻ ഇപ്പോൾ കറൻ്റായിട്ട് റോബോട്ടിനെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്? ഹോസ്പിറ്റൽസ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ടാസ്ക് ഡു റോബോട്ട്സ് പെർഫോം ഇൻ ഫാക്ടറീസ് അക്കോർഡിംഗ് ടു ദ ഫാദർ? അപ്പോൾ എന്താണ് ഫാദർ പറയുന്നത്? എന്ത് ആക്ടിവിറ്റീസാണ് ഈ റോബോട്ട് ഫാക്ടറീസിൽ ചെയ്യുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്? മേക്ക് ഫർണിച്ചർ, മേക്ക് ടെലിവിഷൻ ആൻഡ് റേഡിയോ, മേക്ക് അഗ്രികൾച്ചറൽ ടൂൾസ്, ബിൽഡ് തിങ്സ് ലൈക്ക് കാർസ് ആൻഡ് കമ്പ്യൂട്ടർ. ഏതാണ് കറക്റ്റ്? ബിൽഡ് തിങ്സ് ലൈക്ക് കാർസ് ആൻഡ് കമ്പ്യൂട്ടർ. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഹൗ ക്യാൻ വി സ്റ്റാർട്ട് ലേണിംഗ് അബൌട്ട് പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക്സ്? എങ്ങനെയാണ് നമുക്ക് ഈ പ്രോഗ്രാമിങ്ങും അതുപോലെ റോബോട്ടിക്സൊക്കെ ലേൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക? എങ്ങനെയാണ്? ബൈ റീഡിങ് എ ബുക്ക്, ബൈ വാച്ചിങ് TV shows, by building a simple robot using a kit, by visiting a robot museum. അപ്പോൾ ഇതിൽ ഏതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സി, ഓപ്ഷൻ സി ആണ്. ബൈ ബിൽഡിംഗ് എ സിമ്പിൾ റോബോട്ട് യൂസിങ് എ കിറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്. അപ്പോൾ ആക്ടിവിറ്റി 1 വളരെയധികം സിമ്പിളാണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ജസ്റ്റ് ചൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Activity 2, debate. The English Club of GUPS Murathadam conducted a debate in the school on the topic use and misuse of mobile phones. Here are some arguments and counter arguments by students and 3 arguments in favor of using mobile phone and 3 arguments against it. One has been done for you. അപ്പോൾ എന്താണ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് യൂസിങ് മൊബൈൽ ഫോൺ? അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഫേവറിനെ കുറിച്ചിട്ട് ഒരു പോയിൻറ്റ്സ് എത്ര എഴുതണം? 3 പോയിൻറ്റ്സ് എഴുതണം. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് യൂസിങ് മൊബൈൽ ഫോൺ പ്രശ്നങ്ങളും എഗെയിൻസ്റ്റ് ആയിട്ടും 3 പോയിൻറ്റ്സ് എഴുതണം. ഒന്ന് അവർ തന്നിട്ടുണ്ട്. ഫേവർ നോക്കിയോക. വി ക്യാൻ വീഡിയോ കോൾ വിത്ത് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് എനി ടൈം. നമുക്ക് നമ്മുടെ ഫാമിലീനെയും ഫ്രണ്ട്സിനെയും ഏതൊരു സമയം വേണമെങ്കിലും വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ ഇത് മൊബൈലിൻ്റെ ഒരു ഗുണം, ഒരു ഫേവറാണ്. ഇനി എഗെയിൻസ്റ്റ് നമുക്ക് നോക്കാം, അതായത് ദോഷവശം നമുക്ക് നോക്കാം. എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ ലെറ്റ്സ് ടു ഡിക്രീസ് ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഈ മൊബൈൽ ഫോണിൻ്റെ അധിക യൂസ് ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തു? കുറച്ചു. ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഇടയിലുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കുറച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഒരു എഗെയിൻസ്റ്റ്, ഒരു ദോഷമായ ഒരു കാര്യം. അപ്പോൾ ഇനി ബാക്കി പോയിൻറ്റ്സ് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് യൂസിങ് മൊബൈൽ ഫോൺ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഈസി ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ട്രാൻസാക്ഷൻ. നമുക്ക് എന്താണ് ബാങ്കിൽ പോകാണ്ട് തന്നെ ഫോണിൽ നിന്ന് ട്രാൻസാക്ഷൻസും ഒക്കെ ചെയ്യാൻ പറ്റും, ലൈക്ക് ഗൂഗിൾ പേ ഒക്കെ പോലെ. രണ്ടാമത്തെ, മൊബൈൽ ഫോൺ കളക്ട്സ് മെനി നോളജ് വിത്തിൻ സെക്കൻഡ്സ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഗേവ് സോ മെനി entertainments like games, videos and music. നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഈ മൊബൈൽ ഫോൺസ് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫേവറാണ്, മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഇനി നമുക്ക് എഗെയിൻസ്റ്റ് നോക്കി നോക്കാം, കുറച്ച് ദോഷങ്ങൾ നോക്കി നോക്കാം. ഇറ്റ് മേക്സ് അഡിക്ഷൻ. അഡിക്ഷൻ? മനുഷ്യന്മാരിൽ മൊബൈൽ ഫോണിൽ അഡിക്ഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂട്ടും. ഇൻക്രീസ് ഐ പ്രോബ്ലം. കണ്ണിൻ്റെ പ്രോബ്ലംസ്, കണ്ണസുഖങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിലൂടെ കൂടും. അപ്പോൾ ഇതൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ദോഷങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. പ്രിപ്പയർ ആൻ ഇമെയിൽ. ഒരു ഇമെയിൽ ഉണ്ടാക്കി നോക്കാം. നികിതാസ് ഫാദർ ബോട്ട് ആ ലാപ്ടോപ്പ് ഫ്രം ആ കമ്പനി. അപ്പോൾ എന്താണ്, നികിതയുടെ അച്ഛൻ എന്ത് ചെയ്തു, ഒരു കമ്പനിയിൽ നിന്നൊരു ലാപ്ടോപ്പ് മേടിച്ചു. ബട്ട് ആഫ്റ്റർ 6 months ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. 6 മാസം കഴിഞ്ഞപ്പോൾ എന്താണ്, അത് വർക്ക് ചെയ്യുന്നത് നിന്നു. നികിത സജസ്റ്റഡ് ഹിം ടു സെൻഡ് ആൻ ഇമെയിൽ ടു രജിസ്റ്റർ ആ കംപ്ലയിൻറ്റ് വിത്ത് ദ കമ്പനി. അപ്പോൾ എന്താണ്, നികിത അച്ഛനോട് പറഞ്ഞു എന്താണ്, ആ കമ്പനിയിലേക്ക് ഇങ്ങനത്തെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇമെയിൽ അയക്കാൻ വേണ്ടി, ഇമെയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ഇമെയിൽ നമ്മൾ തയ്യാറാക്കണം. ഫ്രം ടു സബ്ജക്റ്റ്, പിന്നെ ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇമെയിൽ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ടു അവർ തന്നിട്ടുണ്ട്, abc@gmail.com എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ഫ്രം നമ്മൾ കൊടുത്തു, നികിതാസ് ഫാദർ, അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു പേര് കൊടുത്താലും മതി. ടു എന്താണ്, abc@gmail.com എന്നവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കൊടുത്തു. ഇനി സബ്ജക്റ്റ് എന്താണ്, ഒരു കംപ്ലൈൻ്റ് ആണ്, മാൽ ഫങ്ഷനിങ് ഓഫ് ലാപ്ടോപ്പ്, ഒരു ലാപ്ടോപ്പിൻ്റെ മാൽ ഫങ്ഷനിങ്ങിനെ കുറിച്ച് പറയാനാണ്. ഇനി നമ്മൾ എന്താ കാര്യം നമ്മൾ എഴുതാൻ പോവാണ്. ഡിയർ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്, ഐ ബ്രോട്ട് എ ലാപ്ടോപ്പ് ഫ്രം യുവർ കമ്പനി ബിഫോർ 6 months ബട്ട് ഇറ്റ് ഹാസ് ബീൻ സ്റ്റോപ്ഡ് വർക്കിംഗ് നൗ. അപ്പോൾ എന്താണ്, 6 മാസം മുന്നേ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്നൊരു ലാപ്ടോപ്പ് മേടിച്ചു, പക്ഷെ എന്താണ്, ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. സോ പ്ലീസ് ഹെൽപ്പ് ടു റീപ്ലേസ് ഇറ്റ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ എന്നെ സഹായിക്കണം. ദ മോഡൽ നമ്പർ ഓഫ് ദ ലാപ്ടോപ്പ് ഈസ് ABC. അപ്പോൾ എന്താണ്, ഇന്നതാണ് ലാപ്ടോപ്പിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും നമ്പർ കൊടുക്കുക. ഇവിടെ ABC എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഐ ലുക്ക് ഫോർവേഡ് യുവർ വാല്യബിൾ സപ്പോർട്ട് സൂൺ. അപ്പോൾ എന്താണ്, ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. ഇവിടെ ഫ്രം അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമെയിൽ ID, ഇപ്പോൾ abc@gmail.com പോലെ എന്തെങ്കിലും ഇമെയിൽ ID വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 4 എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്ററാണ്. റീഡ് ദ ഫോളോയിങ് ഇഷ്യൂസ് റിലേറ്റഡ് ടു മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇഷ്യൂസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ എനി വൺ ഓഫ് ദീസ് ഇഷ്യൂ. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്ന രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം കോസസ് ഹെൽത്ത് ഇഷ്യൂസ്. സ്റ്റുഡൻസ് ബിക്കം victims of online frauds. Use of mobile phones while driving causes accident. The number of children addicted to smartphone is increasing. അപ്പോൾ എന്താണ് ഈ പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം, ഒരുപാട് സ്ക്രീൻ ടൈം ഉണ്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് സ്റ്റുഡൻസ് ഈ ഓൺലൈൻ ഫ്രോഡ്സിലൊക്കെ വിക്ടിംസ് ആവുന്നുണ്ട്. ദെൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻസ് അഡിക്റ്റഡ് ടു സ്മാർട്ട് ഫോൺ ഈസ് ഇൻക്രീസിങ്. ഈ സ്മാർട്ട് ഫോണിൽ അഡിക്റ്റ് ആയിട്ടുള്ള ചിൽഡ്രൻസിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ദോഷവശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള എന്താണ്, ഒരു പോസ്റ്റർ, ഒരു അവയർനെസ് പോസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ എന്താണ് കൂട്ടുകാർ, പിക്ചറൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ കളർഫുള്ളായിട്ട് ഈ പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോട്ടിങ്സ് എന്തൊക്കെ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. കൂട്ടുകാരത് ഭംഗിയിൽ അട്രാക്റ്റീവായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റിയിട്ടുള്ള പോയിൻറ്റ്സ് എക്സാമ്പിളാണ്. ഇതന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇങ്ങനത്തെ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് എഴുതാം. പുട്ട് ഡൗൺ യുവർ ഫോൺ, പിക്ക് അപ്പ് യുവർ ഡ്രീംസ്, ഫോക്കസ് ഓൺ ലൈഫ് നോട്ട് സ്ക്രീൻസ്, ടൈം ഈസ് പ്രിഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ് സ്ക്രോളിങ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഫോൺ അവിടെ വെച്ചിട്ട് ഡ്രീംസിനെ ചേസ് ചെയ്യുക, അതുപോലെ തന്നെ ലൈഫിനെ ഫോക്കസ് ചെയ്യുക, സ്ക്രീനിനെ ഫോക്കസ് ചെയ്യാണ്ട് ലൈഫിനെ ഫോക്കസ് ചെയ്യുക. ടൈം പ്രഷ്യസ് ആണ്, അതുകൊണ്ട് സ്ക്രോൾ ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മൾ പ്രൊഡക്റ്റീവ് ആകുക. അപ്പോൾ ഇത്തരം പോയിൻറ്റ്സൊക്കെ നമുക്ക് പോസ്റ്ററിൻ്റെ ഉള്ളിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ചെയ്യാനാണ്. ഹിയർ ഈസ് എ ഡയറി റിട്ടൺ ബൈ റിക്കി. റിക്കി എഴുതിയിട്ടുള്ള ഒരു ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. അപ്പോൾ അതിലെന്താ കുറച്ച് എറേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്ത് നോക്കി നോക്കാം. Today I am really ashamed. I cared nothing for. അപ്പോൾ എന്താണ് അവിടെ nothing for എന്നല്ല വരിക, for nothing. I cared for nothing. The robot was not disturbing me. Really, the robot helped me a lot. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലെറ്ററാണ് റിയലിത്തെ. ആർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഓക്കെ, ഇനി എന്താ? നൗ ഐ നോ എ വാല്യൂ ഓഫ് ക്ലീൻലിനെസ്. അപ്പോൾ അവിടെ എന്താ എ അല്ല വരിക, അവിടെ എന്താ എക്ക് പകരം ദായാണ് വരിക. നൗ ഐ നോ ദ വാല്യൂ ഓഫ് ക്ലീൻലിനെസ്. ഐ വിൽ ബിക്കെയിം എ മാക്സിമം. ഐ വിൽ ബിക്കെയിം അല്ല വരിക, ഐ വിൽ ബിക്കം ആണ് വരിക. ഓക്കെ, ഐ വിൽ ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ്. എഫിഷ്യൻ്റ് എന്താണ്? സ്പെല്ലിങ് തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഏതാ? എഫിഷ്യൻറ്റ് ബോയ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഈ പാസേജിലുള്ള എറേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നമുക്ക് 6th ആക്ടിവിറ്റി നോക്കി നോക്കാം. One afternoon, Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. അപ്പോൾ എന്താണ്? ഒരു ആഫ്റ്റർനൂണ് കാഫ്ക ഇങ്ങനെ ബേർലിൻ പാർക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കണ്ടു. ആ പെൺകുട്ടി എന്താണ്? ആ പെൺകുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോൾ കാണാണ്ട് പോയപ്പോൾ അതാലോചിച്ച് കരയാണ്. കാഫ്ക went to her and talked to her. കാഫ്ക എന്ത് ചെയ്തു? അവളെടുത്തിട്ട് അടുത്തേക്ക് പോയിട്ട് അവളോട് സംസാരിച്ചു. റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് ദ ഗേൾ. അങ്ങനെയാണെങ്കിൽ ഈ കാഫ്കയും പെൺകുട്ടിയും തമ്മിലുള്ള കോൺവേഴ്സേഷൻ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കി നോക്കാം. അപ്പോൾ കാഫ്ക ആദ്യം എന്താ ചോദിച്ചിട്ടുണ്ടാവുക? വൈ ആർ യു ക്രൈയിങ് ഡിയർ? നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗേൾ, ഐ ഹാവ് ലോസ്റ്റ് മൈ ഫേവറേറ്റ് ഡോൾ. എനിക്ക് എന്താണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോള് നഷ്ടപ്പെട്ടു. ഐ കാൺ ഫൈൻഡ് ഹെർ എനിവേർ. അപ്പോൾ എന്താണ്? എനിക്കത് ഇവിടെ എവിടെയും കാണാനില്ല എന്ന് പെൺകുട്ടി പറയാണ്. ദെൻ കാഫ്ക, വെൻ ഡിഡ് യു ലോസ് യുവർ ഫേവറേറ്റ് ഡോൾ? അപ്പോൾ എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. ഐ ഹാഡ് ലോസ്റ്റ് ഇറ്റ് 1 hour ago. അപ്പോൾ ആ കുട്ടി പറയാണ് എനിക്കൊരു അവർ മുന്നെയാണ് അത് നഷ്ടപ്പെട്ടത്. അപ്പോൾ കാഫ്ക പറയാണ് ലെറ്റ്സ് സെർച്ച് ഫോർ ഹെർ ടുഗെദർ, വി വിൽ ഫൈൻഡ് ഇറ്റ്. അപ്പോൾ എന്താണ്? നമുക്കത് ഒരുമിച്ച് നോക്കാം, നമുക്കത് കണ്ടുപിടിക്കാമെന്ന് കാഫ്ക പറയാണ്. ദെൻ ഗേൾ, ഓ താങ്ക് യു അങ്കിൾ. അപ്പോൾ ആ അങ്കിളിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അവർ ലാസ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. ഒരു ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എഴുതേണ്ടതാണ്. 1 എന്നിട്ടെടുത്ത് നേരെ എഴുതേണ്ടതാണ്. ഫസ്റ്റ് ലെറ്റർ ബി വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്. ദ വേർഡ് ദാറ്റ് മീൻസ് എ മെയിൽ സെർവൻറ്റ്. ഒരു മെയിൽ സെർവൻറ്റിനെ പറയുന്നത് എന്താണ്? ബട്ട്ലറാണ്. BUTLER. അപ്പോൾ അത് നേരെ ഓരോ ബോക്സിലും ഓരോ ലെറ്റേഴ്സ് വീതം എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് യൂസ്ലെസ് എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 2 എന്ന് എഴുതിയുള്ളടുത്ത് നേരെ എഴുതി കൊടുക്കുക. എന്താണ് ആ വേർഡ്? യൂസ്ഫുൾ. USEFUL. ഓക്കെ, അപ്പോൾ എക്രോസ് കഴിഞ്ഞു. ഇനി ഫുള്ള് ഡൗണിൽക്കാണ്. ഡൗണിൽക്ക് എന്ന് പറഞ്ഞാൽ മേലേന്ന് താഴത്തേക്ക് എഴുതേണ്ടതാണ്. മൂന്നാമത്തെ എ മെഷീൻ ദാറ്റ് വർക്ക്സ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്. നമുക്കറിയാം എന്താണ്? റോബോട്ടാണ്. ROBOT. ഓക്കെ, നെക്സ്റ്റ് 4th വൺ ആണ് എ പേഴ്സൺ ഹൂ വിസിറ്റ് എ പ്ലേസ് ഫോർ പ്ലഷർ. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം കാണാൻ പോകുന്ന ആൾ ആരാണ്? ഫസ്റ്റ് ലെറ്റർ ടി ആണ്. ഓഫ് കോഴ്സ് ആരായിരിക്കും? ടൂറിസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് 5ാമത്തേണ് ടു ക്ലീൻ യൂസിങ് എ ക്ലോത്ത്. ഒരു ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? വൈപ്പ് എന്നാണ് പറയുക. WIPE.
ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം കൂട്ടുകാർ? ഇങ്ങനെ എക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ എഴുതി കൊടുക്കുക, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴത്തോട്ട് എഴുതി കൊടുക്കുക. ഓരോ കള്ളിയിലും ഓരോ ലെറ്റേഴ്സ് വീതം വേണം എഴുതി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.